നമസ്കാരം. ട്രൂ ഇൻഡിപെൻഡൻസ് ബിഗിൻസ് വിത്തിൻ. നമ്മിൽ നിന്നാണ് സ്വാതന്ത്ര്യം തുടങ്ങേണ്ടത്. ഇന്ന് രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടൊപ്പം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ എന്ന്? ഇന്ന് നാം അടിമത്തത്തിലാണ്, അല്ലേ? നമ്മുടെ മനസ്സിന്റെ അടിമത്തത്തിൽ. എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഭയം, മറ്റുള്ളവർ എന്തു പറയുമെന്ന ചിന്തകൾ, ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല എന്ന പേടി, ഇതുപോലുള്ള എത്രയെത്ര അടിമത്തങ്ങൾ, അടിമ സ്വഭാവങ്ങളിൽ നിന്ന് നാം ഇന്നും പെട്ടുകിടക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്നും പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പലരുടെയും അനുവാദം വേണം, പലരുടെയും അപ്രിസിയേഷൻ വേണം, പലരുടെയും അപ്രൂവൽ വേണം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാത്തിലും പേടിയാണ്. മുന്നോട്ട് പോയാൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള പേടി, ഞാൻ മറ്റുള്ളവരെ പോലെ ആകുന്നില്ല എന്ന കമ്പാരിസൺ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മെ അറിയാതെ നമ്മുടെ മനസ്സിനെ അടിമയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ രാജ്യം സ്വാതന്ത്ര്യം നേടി, പക്ഷെ നാം നേടിയോ? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എത്രയോ പേർക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടാതെ ജീവിക്കുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ ജീവിതം അടിമത്തം വെച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റിനും താമസിക്കുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിന്റെ ആ ചിന്ത എങ്ങനെയാണ് പോകുന്നതെന്നറിയാമോ? ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സ്വന്തം മനസ്സിനെ ഇതുവരെ സ്വതന്ത്രമാക്കാൻ അവർ ചിന്തിച്ചില്ല. പ്രസംഗങ്ങളിലും ബാക്കിയുള്ളിടത്തും ജീവിത രീതികളിലും ഒക്കെ സ്വാതന്ത്ര്യം കൊണ്ടുവരും. പക്ഷെ സ്വന്തം മനസ്സിന്റെ തടവറയിൽ നിന്നും ഇന്നും മോചിക്കപ്പെടാത്ത ഒത്തിരി പേർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് നാം ഏതിൻ്റെയൊക്കെ തടവറയിലാണ് എന്ന് അറിയേണ്ടത് നമ്മളാണ്. ഭയത്തിൻ്റെ ആണോ? മുന്നോട്ട് കയറി വരാനുള്ള പേടി കാരണമാണോ? അതോ മറ്റുള്ളവർ എന്ത് പറയുമെന്ന ചിന്തകളാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാകാൻ വേണ്ടിയുള്ള ശ്രമമാണോ? ഇതിലേതിൻ്റെ തടവറയിലാണ് നാം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ആ ചിന്തയിൽ ശരിയായി നമ്മൾ വിജയിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിജയിക്കും. ആ തടവറയിൽ നിന്ന് എന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നു, അന്നായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുന്ന മനുഷ്യരായി ഈ സ്വാതന്ത്ര്യം നേടിയ രാജ്യത്ത് നമുക്ക് താമസിക്കാൻ പറ്റണമെങ്കിൽ, നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ, അഭിമാനപൂർവ്വം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തടവറയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ തടവിലാക്കപ്പെട്ടത് അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.